പ്പെട്ട കുട്ടികളെ ബയോവേൾഡിൻ്റെ ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ്റെ സെക്കൻഡ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ സെഷനിൽ നമ്മൾ അമിനോ ആസിഡ്, പ്രോട്ടീൻ എന്നിവയെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഷുഗറുകളെ പറ്റിയാണ്. ഓക്കെ, ഷുഗേഴ്സാണ് അടുത്ത ബയോമോളിക്യൂൾസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഷുഗറുകൾ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം മൈക്രോ മോളിക്യൂളുകളാണ്. ഇവരെ നമ്മൾ സാക്കറൈഡ് എന്നും വിളിക്കും. മധുരം നൽകുന്നവരാണ് ഇവരെല്ലാവരും. ഓക്കെ, സോ ഈ ഷുഗറുകൾ അല്ലെങ്കിൽ പഞ്ചസാരകളെ നമുക്ക് 3 വിഭാഗമായി തരംതിരിക്കാം. ഒന്നാമത്തതാണ് മോണോസാക്കറൈഡുകൾ. ഇവരാണ് ഏറ്റവും സിമ്പിളായ, ഏറ്റവും ചെറിയ സിംഗിൾ ഷുഗർ യൂണിറ്റുകളാണെന്ത് മോണോസാക്കറൈഡ്. അവരെ ഇനി നമുക്ക് ചെറുതാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഏറ്റവും ചെറിയ ഷുഗറുകളെ വിളിക്കുന്ന പേരാണെന്ത് മോണോസാക്കറൈഡുകൾ. ഓക്കെ, ഈ മോണോസാക്കറൈഡുകളിൽ പ്രധാനപ്പെട്ട 4 പേരെ നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഒന്ന് റൈബോസ്, രണ്ടാമത്തത് ഡിയോക്സി റൈബോസ്, 3 ഗ്ലൂക്കോസ്, 4 ഫ്രക്ടോസ്. ഇത് 4 എന്താണ് മോണോസാക്കറൈഡുകൾക്ക് എക്സാമ്പിളാണ്. ഇതിൽ 2 നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രങ്ങളായി തന്നതുണ്ട്. ഒന്ന് ഗ്ലൂക്കോസും മറ്റൊന്ന് റൈബോസ് ഷുഗറുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 2 ചിത്രങ്ങൾ തന്നിട്ട് ഈ ഒരു ഭാഗം അവർ ഡിലീറ്റ് ചെയ്യും. ഇങ്ങനെ ഇത് നമ്മോട് ചോദിക്കും ഐഡൻറ്റിഫൈ ദ ബയോമോളിക്യൂൾ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എഴുതണം. ഒന്നാമത്തെ എന്താണ് ഗ്ലൂക്കോസ് ആണ്, രണ്ടാമത്തത് റൈബോസ് ഷുഗറാണ്. ഓക്കെ, സോ ഗ്ലൂക്കോസിൻ്റെ ഫോർമുലയാണ് C6H12O6, റൈബോസ് ഷുഗർ C5H10O5. ഓക്കെ, ഇതാണ് ഈ മോണോസാക്കറൈഡുകളുടെ ലിസ്റ്റ്. ഈ മോണോസാക്കറൈഡ് 4 ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടെങ്കിലും 2 ആളുടെ ഇമേജ് മാത്രമാണ് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അത് 2 പ്രത്യേകമായി ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത വിഭാഗം ഷുഗറുകളാണ് ഡൈസാക്കറൈഡുകൾ. നമുക്കറിയാം, ഏതെങ്കിലും 2 മോണോസാക്കറൈഡുകൾ ചേർന്ന് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡൈസാക്കറൈഡ് എന്ന് വിളിക്കും. ഉദാഹരണമായിട്ട് ആദ്യത്തെ ഡൈസാക്കറൈഡാണ് മാൾട്ടോസ്. ഒരു മാൾട്ടോസ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ഗ്ലൂക്കോസ് ചേർന്നാൽ എന്തായി? ഒരു മാൾട്ടോസായി. ഗ്ലൂക്കോസ് സ്വന്തമായി വരുമ്പോൾ മോണോസാക്കറൈഡാണ്. അങ്ങനെ 2 മോണോസാക്കറൈഡ് ചേർന്ന ഡൈസാക്കറൈഡിന് എക്സാമ്പിളാണ് മാൾട്ടോസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ അങ്ങ് കാണാൻ പറ്റും മാൾട്ടോസ്. ഈ മാൾട്ടോസിന് ഇതൊരു ഗ്ലൂക്കോസാണ്, ഇത് 2ാമത്തെ ഗ്ലൂക്കോസാണ്. ഇനി 2ാമത്തെ ഡൈസാക്കറൈഡാണ് സൂക്രോസ് എന്ന് വിളിക്കുന്നത്. ഈ സൂക്രോസ് പറഞ്ഞാൽ ഗ്ലൂക്കോസ് അതുപോലെ ഫ്രക്ടോസ് എന്നീ 2 മോണോസാക്കറൈഡ് ചേർന്നതാണ് എന്ത് സൂക്രോസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ അങ്ങ് കാണാൻ പറ്റും സൂക്രോസ്, കണ്ടില്ലേ? ഈ സൂക്രോസിൽ ഒരു ഗ്ലൂക്കോസ് ഉണ്ട്, ഒരു ഫ്രക്ടോസ് ഉണ്ട്. നമുക്കറിയാം ഗ്ലൂക്കോസും ഫ്രക്ടോസും എന്താണ്? മോണോസാക്കറൈഡ് ആണല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി 3ാമത്തെ ഡൈസാക്കറൈഡാണ് ലാക്ടോസ്. ലാക്ടോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലൂക്കോസും ഒരു ഗാലക്ടോസും ചേർന്നതാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ലാക്ടോസിൻ്റെ ചിത്രം. ഓക്കെ, സോ ഷുഗറുകളെ മോണോസാക്കറൈഡ് എന്നും ഡൈസാക്കറൈഡ് എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഇനി അടുത്ത തരത്തിലുള്ള ഷുഗറുകളാണ് പോളിസാക്കറൈഡുകൾ. ഒരുപാട് മോണോസാക്കറൈഡുകൾ ചേർന്ന് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് പോളിസാക്കറൈഡ്. ഒരു സിംഗിൾ ഷുഗർ യൂണിറ്റ് ആണെങ്കിൽ എന്ത് വിളിക്കും? മോണോസാക്കറൈഡ്. 2 ഷുഗർ യൂണിറ്റ് ഉണ്ടെങ്കിലോ ഡൈസാക്കറൈഡ്. 2ൽ കൂടുതലുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പോളിസാക്കറൈഡ്. കണ്ടില്ലേ ഇവിടങ്ങൾ? ഒരുപാട് ഷുഗർ യൂണിറ്റുകളെ ഇങ്ങനെ ലൈൻ ബൈ ലൈനായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാണെന്ത് പോളിസാക്കറൈഡ്. ഈ പോളിസാക്കറൈഡുകളൊക്കെ ഹോമോ പോളിമർ എന്നാണ് നമ്മൾ വിളിക്കുക. ഹോമോ പോളിമർ എന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിലെ യൂണിറ്റുകളെല്ലാം സെയിം ടൈപ്പാണ്. ഇവിടെ തന്നെ കൊടുത്തോട്ടെ, എല്ലാം യെല്ലോ കളറിൽ സെയിം ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് പോളിസാക്കറൈഡുകളെ ഹോമോ പോളിമർ എന്ന് വിളിക്കുന്നത്? ഓൾ ഓഫ് ദം ആർ മെയ്ഡ് അപ്പ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് മോണോസാക്കറൈഡ്. ഓക്കെ, ഇനി പലതരത്തിലുള്ള പോളിസാക്കറൈഡുകളുണ്ട്. നമ്മളതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെ മാത്രമാണ് കടന്നു പോകുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോകുന്നില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായി പഠിക്കണം, വായിക്കണം. ഓക്കെ,
ഒരിക്കലും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ പലപ്പോഴും വേണ്ടത്ര നമുക്ക് കവർ ചെയ്യാൻ പറ്റിക്കൊള്ളണം നിർബന്ധമില്ല. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങളുടെ ഒരു പ്രധാന പുസ്തകമായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. ഇനിയാണ് നമ്മൾ പലതരം പോളിസാക്കറൈഡുകളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് സ്റ്റാർച്ച്. സ്റ്റാർച്ച് ഈസ് എ ഹോമോ പോളിമർ ഓഫ് ഗ്ലൂക്കോസ്. ഒരുപാട് ഗ്ലൂക്കോസ് ചേർന്നൊരു ഹോമോ പോളിമറാണെന്ത് സ്റ്റാർച്ച് എന്ന് വിളിക്കുന്നത്. ഇറ്റ് സെർവ് ആസ് എ സ്റ്റോർ ഹൗസ് ഓഫ് എനർജി ഇൻ പ്ലാന്റ്സിലുള്ള എനർജിയുടെ ഒരു സ്റ്റോർ ഹൗസായിട്ടാണ് ഈ സ്റ്റാർച്ചിനെ നമ്മൾ കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാർച്ച് അയഡിൻ സൊല്യൂഷൻ അയഡിൻ ടെസ്റ്റിലൂടെ സ്റ്റാർച്ച് എന്ത് തരും? ബ്ലൂ കളർ തരുന്നുണ്ട്. സ്റ്റാർച്ചിന് സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ട്, അതിന് അയഡിൻ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റാർച്ച് അയഡിൻ ടെസ്റ്റ് നടത്തിയാൽ ബ്ലൂ കളർ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചതാണ്. രണ്ടാമത്തെ വിഭാഗം പോളിസാക്കറൈഡ് ആണ് സെല്ലുലോസ്. പോളിസാക്കറൈഡ് പല ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്റ്റാർച്ച് ആണ്, രണ്ട് സെല്ലുലോസ് ആണ്. സെല്ലുലോസും ഗ്ലൂക്കോസിൻ്റെ ഒരു ഹോമോ പോളിമർ തന്നെയാണ്. പക്ഷേ സെല്ലുലോസിന് അയഡിൻ ഹോൾഡ് ചെയ്യാൻ സാധിക്കുകയില്ല. ഓക്കെ, അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സെല്ലുലോസ് കൊണ്ടാണ്. മൂന്നാമത്തെ ഒരു പോളിസാക്കറൈഡാണ് ഇനുലിൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനുലിൻ ഇസ് എ പോളിമർ ഓഫ് ഫ്രക്ടോസ്. ഫ്രക്ടോസ് എന്താണ്? ഒരു മോണോസാക്കറൈഡ് ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ പോളിസാക്കറൈഡുകൾക്ക് എക്സാമ്പിൾ സ്റ്റാർച്ച്, സെല്ലുലോസ്, ഇനുലിൻ ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഇവിടെ കൊടുത്തിട്ടില്ല, ഗ്ലൈക്കോജൻ. സ്റ്റാർച്ച് പ്ലാന്റ്സിലെ സ്റ്റോറേജ് ഫോം ആണെങ്കിൽ ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യുന്ന ആനിമൽ ബോഡിയിലെ ഒരു ഫോർമാറ്റാണെന്ത്? ഗ്ലൈക്കോജൻ എന്ന് വിളിക്കുന്നത്. ഇവരൊക്കെ എന്താണ്? പോളിസാക്കറൈഡുകൾക്ക് എക്സാമ്പിളായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലിപ്പിഡുകളെ പറ്റിയാണ്. അടുത്ത ബയോമോളിക്യൂളാണ് ലിപ്പിഡ്. ഇറ്റ് ഈസ് എ മൈക്രോമോളിക്യൂൾ. ലിപ്പിഡുകളുടെ സ്ട്രക്ചറാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ബയോമോളിക്യൂൾ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട പേജുണ്ട്. തുടക്കത്തിലോ 4ാമത്തെ പേജിലാണ് തോന്നുന്നു. അതിൽ ഒരുപാട് മൈക്രോമോളിക്യൂൾസിൻ്റെ ഫോട്ടോസ്, ഇമേജസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ലിപ്പിഡിൻ്റെ എല്ലാ ഇമേജസും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ ബയോമോളിക്യൂളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇതിൽ ഏതും എക്സാമിന് തരാവുന്നതാണ്. അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ആദ്യമായി നമ്മൾ ലിപ്പിഡുകളെ പറ്റി പറയാൻ തുടങ്ങുകയാണ്. ലിപ്പിഡുകൾ പ്രധാനമായിട്ടും 2 വിഭാഗമുണ്ട്. ഒന്നാണ് ഫാറ്റി ആസിഡ്, രണ്ടാണ് ഗ്ലിസറോൾ. ഓക്കെ, സോ 2 types of lipids. ഫസ്റ്റ് വൺ ഈസ് ഫാറ്റി ആസിഡ്. ഈ ഒരു ഫാറ്റി ആസിഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു COOH ഉണ്ടായിരിക്കും. അതുകൂടാതെ ഒരു R ഗ്രൂപ്പ് അഥവാ ഒരു വേരിയബിൾ ഗ്രൂപ്പ് കൂടി നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതാണ് ഫാറ്റി ആസിഡിൻ്റെ സ്ട്രക്ചർ. സോ ഇവിടെ കാർബോക്സിൽ ഗ്രൂപ്പും ഇവിടെ വേരിയബിൾ ഗ്രൂപ്പും. പലതരം ഫാറ്റി ആസിഡ് ഉണ്ട്. അത് വേരിയബിൾ ഗ്രൂപ്പ് മാറുന്നതിനനുസരിച്ച് ഫാറ്റി ആസിഡിൻ്റെ പേരും മാറും. ഇവിടെ നിങ്ങൾ നോക്ക്, ഒരു ഫാറ്റി ആസിഡിൻ്റെ എക്സാമ്പിളാണ് പാമിറ്റിക് ആസിഡ്. ഈ പാമിറ്റിക് ആസിഡിൻ്റെ ഈ കാണുന്നതാണ് COOH. ഇവിടെ കാണുന്ന ഇവരാണെന്ത്? വേരിയബിൾ ഗ്രൂപ്പ്. അപ്പോൾ വേരിയബിൾ ഗ്രൂപ്പ് മാറുന്നതിനനുസരിച്ച് ഈ വേരിയബിൾ ഗ്രൂപ്പ് മാറിക്കഴിഞ്ഞാൽ ഫാറ്റി ആസിഡിൻ്റെ പേരും മാറും. സോ ഈ ഒരു ഡയഗ്രം നിങ്ങൾ ഇങ്ങനെ തന്നെ തരും. എന്നിട്ട് ചോദിക്കും ഐഡൻറ്റിഫൈ ദ ബയോമോളിക്യൂൾ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ ഇറ്റ് ഈസ് പാമിറ്റിക് ആസിഡ് എന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ തരം ഫാറ്റി ആസിഡാണെന്ത്? ഗ്ലിസറോൾ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ തരം വിഭാഗം ലിപ്പിഡാണെന്ത്? ഗ്ലിസറോൾ. ഇതാണ് ഗ്ലിസറോളിൻ്റെ സ്ട്രക്ചർ. ഗ്ലിസറോൾ എന്ന് പറഞ്ഞാൽ കെമിക്കലി ഇറ്റ് ഈസ് ട്രൈഹൈഡ്രോക്സി പ്രൊപ്പൈൻ. ഓക്കെ, ഇവിടെ 3 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന ടോട്ടൽ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഗ്ലിസറോൾ. സോ 2 വിഭാഗം ലിപ്പിഡ് ഏതാണ്? ഒന്ന് ഫാറ്റി ആസിഡും രണ്ടാമത്തേത് ഗ്ലിസറോളുമാണ്. ഓക്കെ, സോ ദിസ് ഈസ് വൺ ടൈപ്പ് ഓഫ് ലിപ്പിഡ്, ദിസ് ഈസ് അനദർ ടൈപ്പ് ഓഫ് ലിപ്പിഡ്. പക്ഷേ വേറൊരു സാധനമാണ് ഗ്ലിസറൈഡുകൾ.
ഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, സാധാരണയായിട്ട് ഇതിപ്പോൾ ഫാറ്റി ആസിഡ് ഒരു ലിപ്പിഡാണല്ലോ, ഇത് വേറൊരു ഗ്ലിസറോളും ആണല്ലോ. എന്നാൽ ചില സമയത്ത് ഫാറ്റി ആസിഡ് ഗ്ലിസറോളും ഒന്നിച്ച് കാണുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും തമ്മിൽ ഒരു എസ്റ്റർ ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് അവ ഒരു യൂണിറ്റായി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പേരാണെന്ത്, ഗ്ലിസറൈഡ് എന്ന് നമ്മൾ വിളിക്കുക. സോ ലിപ്പിഡുകളിൽ ഒരു വിഭാഗം ഫാറ്റി ആസിഡാണ്, രണ്ടാമത്തെ വിഭാഗം ഗ്ലിസറോളാണ്. എന്നാൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഒന്നിച്ച് ചേർന്നാൽ അതിന് നമ്മൾ എന്ത് വിളിക്കും, ഗ്ലിസറൈഡ് എന്ന് വിളിക്കും. ഓക്കെ എന്താ വിളിക്കുക, ഗ്ലിസറൈഡ് നമ്മൾ വിളിക്കുക. സോ ദേ ആർ ഫോംഡ് ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ചിലപ്പോൾ ഒരു ഗ്ലിസറോളും ഒരു ഫാറ്റി ആസിഡും ചേർന്ന് കാണുകയാണെങ്കിൽ അതിനെ മോണോഗ്ലിസറൈഡ് എന്നും, ഒരു ഗ്ലിസറോളും രണ്ട് ഫാറ്റി ആസിഡ് ഉണ്ടെങ്കിൽ അതിനെ ഡൈഗ്ലിസറൈഡ് എന്നും, ഒരു ഗ്ലിസറോളും 3 ഫാറ്റി ആസിഡും ചേർന്നാൽ ട്രൈഗ്ലിസറൈഡ് എന്നും നമ്മൾ വിളിക്കും. അത്തരത്തിലുള്ള ഒരു ട്രൈഗ്ലിസറൈഡിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും, ഇവിടെ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. അത് നമ്മൾ R1 R2 R3 എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കി കാണുന്നതാണെന്ത്, ഈ ഗ്ലിസറോൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലിസറോളും ഒന്നോ രണ്ടോ മൂന്നോ ഫാറ്റി ആസിഡും ചേർന്നാൽ എന്തായി, അത് ഗ്ലിസറൈഡ് ആയി. ഒരു ഫാറ്റി ആസിഡ് ആണെങ്കിൽ മോണോഗ്ലിസറൈഡും, 2 ഫാറ്റി ആസിഡ് ആണെങ്കിൽ ഡൈഗ്ലിസറൈഡും, ഒരുപാട് ഫാറ്റി ആസിഡ് ഉണ്ടെങ്കിൽ നമ്മളതിനെ ട്രൈഗ്ലിസറൈഡ് എന്നുമാണ് നമ്മൾ വിളിക്കുക. ഇനി നമ്മൾ ഇങ്ങോട്ടൊന്ന് പോവുക. ഇവിടെ നിങ്ങൾ നോക്കി, ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിക്കോളൂ. എക്സാമിന് ഇതിൽ ഏതെങ്കിലും ഇമേജ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഐഡൻറ്റിഫൈ ദ ബയോമോളിക്യൂൾ. ഇത് തന്നാൽ ഫാറ്റി ആസിഡ്, ഇത് തന്നാൽ ഗ്ലിസറോൾ, ഇത് തന്നാൽ ഗ്ലിസറൈഡ്. ഇനി ലിപ്പിഡുകളിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വേറെ ഒരു ആളാണ് ഫോസ്ഫോലിപ്പിഡുകൾ. ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞാൽ ഒരു ലിപ്പിഡിലേക്ക് ഫോസ്ഫറസിൻ്റെ കോമ്പൗണ്ടുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഫോസ്ഫോലിപ്പിഡ് എന്നാണ് വിളിക്കുക. ഈ ഒരു ചിത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത് തന്നു കഴിഞ്ഞാൽ ഫോസ്ഫോലിപ്പിഡ് എന്ന് എഴുതണം. ഇതിന് എക്സാമ്പിളാണ് ലെസിത്തീൻ, അത്തരത്തിലുള്ളൊരു ഫോസ്ഫോലിപ്പിഡിന് എക്സാമ്പിളാണ്. അതുപോലെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ബയോമോളിക്കുലർ ഡയഗ്രമാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻ വരിക. ഈ ഇമേജ് തന്നിട്ട് ഐഡൻറ്റിഫൈ ദ ബയോമോളിക്യൂൾ. അപ്പോൾ എന്ത് എഴുതണം, കൊളസ്ട്രോൾ എന്ന് നമ്മൾ എഴുതണം. ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക് ഈ ഒരു ഭാഗത്ത്. ഇനി നോക്കുക, ഇതാണ് വളരെ സിമ്പിളായിട്ട് നമുക്കിവിടെ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റും. ഇതാണ് നൈട്രജൻ ബേസുകൾ എന്ന് വിളിക്കുന്ന ആൾക്കാർ. നൈട്രജൻ ബേസുകൾ പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നൊക്കെ പേരുള്ള ഈ നൈട്രജൻ ബേസുകളെ പറ്റി നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഇനി ചില കാര്യങ്ങൾ കൂടി. ഈ നൈട്രജൻ ബേസുകളിൽ 2 പേരെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 5 പേരുണ്ടെങ്കിലും ഏതാണ്, യുറാസിലും അഡിനിനും. ഇതാണ് അഡിനിൻ, ഇതോ യുറാസിൽ. ഈ നൈട്രജൻ ബേസുകൾ എവിടെ ഉണ്ടാവുമെന്നറിയോ, നമ്മുടെ DNA-യിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. എവിടെയാണ്, നമ്മുടെ DNA-യിൽ. അപ്പോൾ ഇതാണ് നൈട്രജൻ ബേസുകൾ. ഈ നൈട്രജൻ ബേസിലേക്ക് ഒരു ഷുഗർ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ റൈബോസ് ഷുഗർ, ആ റൈബോസ് ഷുഗർ കൂടി ചേർന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസൈഡ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക, ന്യൂക്ലിയോസൈഡ്. കണ്ടോ, ഇവിടെ കാണുന്ന ഇതും ഈ കാണുന്ന ഇയാളും എന്താ, ഷുഗറുകളാണ്. ഈ ഷുഗർ കണ്ടോ, ഇതൊരു ഷുഗർ കണ്ടില്ലേ, ഒരു 5 കാർബണുള്ള ഷുഗർ, 1 2 3 4 5 പോയിന്റ് ഉണ്ട്. ഈ ഷുഗറിൻ്റെ ഇവിടെ കണ്ടോ ഒരു അഡിനിനെ കൊടുത്ത്, ഇവിടെ കണ്ടോ ഒരു യുറാസിൽ കൊടുത്ത്. ഈ അഡിനിനും യുറാസിലും എന്താ, ഇവിടെ കാണുന്ന ആൾക്കാരാണ്, അവരെ സിമ്പിളായി ഇവിടെ കൊടുത്താണ്. അപ്പോൾ ഈ നൈട്രജൻ ബേസും ഒരു ഷുഗറും, ഈ 2 ഷുഗറാണ്. ഇതാരാണ്, ഷുഗർ. ഇതെന്താണ്, നൈട്രജൻ ബേസ്. ഇത് 2 കൂടി ചേർന്ന് എന്താവും, ന്യൂക്ലിയോസൈഡ് ആവും. ഇനി ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞതാണ്, ഇവിടെ നോക്ക്, ഇവിടെ ഈ ഷുഗറാണ്, ഈ കാണുന്ന ആൾ ഷുഗർ ഇവിടെ ഉണ്ട്. ഇനി ഈ അഡിനിൻ ഇവിടെ ഉണ്ടല്ലോ, ഈ ഷുഗറും അഡിനിനും കൂടാതെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആരെയും, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അവിടെ ഒരാളുണ്ട്.
ഇതാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഇങ്ങനെ 3 ആൾക്കാരോട് കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയോടൈഡുകൾ. ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ യൂണിറ്റ് എന്താ? ഒന്ന് അഡിനിനാണ്. ഏതെങ്കിലും ഒരു നൈട്രജൻ ബേസ് ഉണ്ടോ? അഡിനിനാവാം, അതല്ലെങ്കിൽ എന്തും ആവാം, യുറാസിലൊക്കെ ആവാം. അതുപോലെ ഒരു ഷുഗറും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ചേർന്നാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ന്യൂക്ലിയോടൈഡ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ഈ ഒരു ഭാഗം കൂടി. ആൻഡ് ദീസ് സ്ട്രക്ചേഴ്സ് ആർ ദ പാർട്ട് ഓഫ് അവർ DNA ആൻഡ് RNA. നമ്മുടെ DNA-യും RNA-യും നിർമ്മിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ന്യൂക്ലിയോടൈഡുകളെ കൊണ്ടാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഒരു ടോപ്പിക് കൂടി ഇന്നത്തെ ഈ സെഷനിൽ ഉൾപ്പെടുത്താം. അതാണ് മെറ്റബോളിസം എന്ന് വിളിക്കുന്ന ഒരു ആശയമാണ്. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിൽ നടക്കുന്ന വിവിധ തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മെറ്റബോളിസം. കെമിക്കൽ റിയാക്ഷൻ ഒക്കറിങ് ഇൻ ലിവിങ് സിസ്റ്റം ഈസ് കോൾഡ് മെറ്റബോളിസം. ഇങ്ങനെ നമ്മുടെ ബോഡി, നമ്മളൊക്കെ അറിയാം, നമ്മുടെ ബോഡി ഒരു കെമിസ്ട്രി, ഒരുപാട് കെമിക്കൽ റിയാക്ഷനുകൾ നടക്കുന്നുണ്ട്. ഈ കെമിക്കൽ റിയാക്ഷനുകളെ ബയോളജിക്കലി നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മെറ്റബോളിസം. ഇങ്ങനെ മെറ്റബോളിസം നടക്കണമെങ്കിൽ ഒരുപാട് വസ്തുക്കൾ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മെറ്റബോളിസത്തിൻ്റെ സമയത്ത് ഒരുപാട് കെമിക്കൽസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാറുമുണ്ട്. ഇങ്ങനെ മെറ്റബോളിസത്തിൻ്റെ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കൽസുകളെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ മെറ്റബോളിസത്തിന് ആവശ്യമായ പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? മെറ്റബോളൈറ്റ്സ്. ദ മോളിക്യൂൾസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ മെറ്റബോളിസം ആർ കോൾഡ് മെറ്റബോളൈറ്റ്. ഈ മെറ്റബോളൈറ്റുകളെ നമുക്ക് 2 വിഭാഗമായി തരംതിരിക്കാൻ പറ്റും. ഇത് വളരെ പ്രധാനപ്പെട്ട, ഒരുപാട് തവണയായിട്ട് എക്സാമിന് വന്നിട്ടുള്ളൊരു ഭാഗം കൂടിയാണ്. മെറ്റബോളൈറ്റുകളെ നമുക്ക് പ്രധാനമായിട്ട്, മെറ്റബോളൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട, നമ്മുടെ ബോഡിയിലുള്ള വിവിധ തരത്തിലുള്ള കെമിക്കൽസ് ആണെന്ത്? മെറ്റബോളൈറ്റ്. ഇവർ കെമിക്കൽ റിയാക്ഷന് വിധേയമാവുന്നുണ്ട്. ഓക്കെ, ഈ മെറ്റബോളൈറ്റുകളെ നമുക്ക് 2ആയി തരംതിരിക്കാം. ഒന്ന് പ്രൈമറിയും 2 സെക്കൻഡറിയുമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള, ഒരു പ്ലാന്റ്സിനോ ആനിമലിനോ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള, ഏറ്റവും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട മെറ്റബോളൈറ്റുകളാണെന്ത്? പ്രൈമറി മെറ്റബോളൈറ്റ്. ഇവ ഇല്ലാതെ ജീവികൾക്ക് ജീവനുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സോ മെറ്റബോളൈറ്റ്സ് ആണ് ദ ബയോമോളിക്യൂൾസ് വിച്ച് ഹാവ് ഐഡൻറ്റിഫയബിൾ ഫങ്ഷൻ, നമുക്കറിയാവുന്ന ഫങ്ഷനുള്ള ബയോമോളിക്യൂൾസ് ആണ്. ആൻഡ് പ്ലേ നോൺ റോൾ ഇൻ നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്. ആ ജീവിയുടെ നോർമലായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമുക്കറിയാവുന്ന പങ്കുള്ള മോളിക്യൂൾസുകളാണ് പ്രൈമറി മെറ്റബോളൈറ്റ്. അതിന് എക്സാമ്പിളാണ് ഗ്ലൂക്കോസ്, നമുക്ക് എനർജി തരുന്നു. റൈബോസ് നമ്മുടെ DNA-യുടെ ഭാഗമാണ്. അമിനോ ആസിഡുകൾ പ്രോട്ടീനിൻ്റെ ഭാഗമാണ്. ഇവരൊക്കെ എന്താണ്? പ്രൈമറി മെറ്റബോളൈറ്റ് ആണ്. സോ പ്രൈമറി മെറ്റബോളൈറ്റിൻ്റെ 2 പ്രത്യേകത, അവർക്ക് നോൺ ഫങ്ഷൻസ് ഉണ്ട്. ഇവരുടെ ഫങ്ഷൻ നമുക്കറിയാം. രണ്ടാമത്തെ പ്രത്യേകത, അവർക്ക് നോർമൽ ലൈഫിൽ ഡയറക്റ്റ് റോൾ ഉണ്ട്. ഈ പ്രൈമറി മെറ്റബോളൈറ്റ് കൂടാതെ ഒരു ജീവിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മുന്നോട്ട് പോവാൻ സാധിക്കില്ല. ഇതിന് ജീവൻ നിലനിർത്താൻ സാധിക്കില്ല. എന്നാൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബയോമോളിക്യൂൾസ് വിച്ച് ഡു നോട്ട് ഹാവ് ഐഡൻറ്റിഫയബിൾ ഫങ്ഷൻ. നമുക്കറിയാവുന്ന, ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ഫങ്ഷൻസ് ഇല്ലാത്ത ബയോമോളിക്യൂൾസ് ആണെന്ത്? സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. അതുപോലെ തന്നെ ഹാവ് നോൺ റോൾ ഇൻ നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സ്. ആ ഒരു ജീവിയുടെ നോർമൽ പ്രോസസ്സുകൾക്ക് ഇതിന് ഒരു നേരിട്ടുള്ള പങ്കുള്ളതായിട്ട് നമുക്ക് അറിയില്ല പലതിൻ്റേതും. ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഇല്ലാതെയും ഒരു ജീവിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ജീവൻ നിലനിർത്താനും സാധിക്കും. ഇങ്ങനെ സെക്കൻഡറി ആയിട്ടുള്ള, 2ാം കിടയായിട്ടുള്ള ബയോമോളിക്യൂളുകളാണെന്ത്? സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. പക്ഷേ ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് പലതും നമ്മൾ മനുഷ്യർക്ക് എന്താണ്? പലതരത്തിലുള്ള ഉപയോഗമുള്ളതാണ്. ഉദാഹരണമായി നമുക്കറിയാവുന്ന ഒരു സെക്കൻഡറി മെറ്റബോളൈറ്റ് റബ്ബർ. അതുപോലെ പല പ്ലാന്റ്സിൽ നിന്നും കിട്ടുന്ന ഓയിലുകൾ, പല മൈക്രോ ഓർഗാനിസിൽ നിന്ന് കിട്ടുന്ന ആൻറ്റിബയോട്ടിക്കുകൾ, സെൻറ്റുകൾ, ഗമ്മുകൾ, സുഗന്ധം തരുന്ന വസ്തുക്കൾ, പശകൾ, സ്പൈസസുകൾ, പിഗ്മെൻറ്റുകൾ, ഇവരൊക്കെ എന്താണ്? സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ്. ഇവയൊന്നും പ്ലാന്റ്സിന് പ്രൈമറിലി ആവശ്യമുള്ളതല്ല. ഇതില്ലെങ്കിലും പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ജീവൻ നിലനിർത്താൻ സാധിക്കും. അപ്പോൾ എക്സാമിന് എന്ത് തരും എന്നറിയോ? കുറേ ബയോമോളിക്യൂൾസിൻ്റെ പേര് തരും.
എന്നിട്ട് ഈ ബയോമോളിക്യൂൾസിനൊക്കെ പ്രൈമറിയും സെക്കൻഡറി ആയിട്ടും ക്ലാസിഫൈ ചെയ്യാൻ പറയും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് നേരത്തെ അറിയാവുന്ന പരിചയമുള്ള ഗ്ലൂക്കോസും റൈബോസും അമിനോ ആസിഡും പ്രോട്ടീനും ഒക്കെ എന്താണ്, പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആണ്. ഓക്കെ, അല്ലാത്ത ഇവന്മാരൊക്കെ എന്താണ്, സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എൻസൈമുകളെ കുറിച്ചുള്ള ടോപ്പിക്കുകൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. അത് നമ്മൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യും. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സംഘടിപ്പിച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക. ഏറ്റവും നല്ല കുട്ടികളായി ഏറ്റവും മിടുക്കരായിട്ട് നിങ്ങളൊക്കെ വളരുക, നാട്ടുകാർക്കും ഒക്കെ ഉപകാരമുള്ളവരാവുക. ഒക്കെ നമ്മൾ ഈ ഒരു സെഷൻ കൂടി അവിടെ അവസാനിപ്പിക്കുന്നു. കേട്ട് നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് സന്തോഷം അറിയിക്കുന്നു. താങ്ക്